ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കാൻ പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. നമ്മുടെ വീടുകളിലൊക്കെ സുലഭമായി ലഭിക്കുന്ന ചേന ഉപയോഗിച്ചാണ് ഈ അച്ചാർ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. നല്ല എരിവും പുളിയും മധുരവും ഒക്കെ ഉള്ള ഒരു അച്ചാറാണിത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടമാകും. ചേനയും പിന്നെ നമ്മുടെ വീടുകളിൽ സാധാരണ ഉണ്ടാകുന്ന വളരെ കുറച്ച് ചേരുവകളും മാത്രം മതി ഈ അച്ചാർ തയ്യാറാക്കുവാൻ. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് ഈ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിനായി ഒരു പാനിലേക്ക് 2-3 ടീസ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക. നല്ലെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. അച്ചാർ കൂടുതൽ കാലം കേടുകൂടാതെ ഇരിക്കുവാൻ നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ അടുത്ത് നല്ലെണ്ണ ഇല്ല എങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും മതി. കടുക് ഒന്ന് നന്നായി പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഒരു 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു കുടം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം ഒക്കെ പോകുന്നത് വരെ ഒന്ന് എണ്ണയിൽ നന്നായി വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയുമാണ്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ മസാലപ്പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കുക. അല്ലെങ്കിൽ മസാലപ്പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുന്നതാണ്. ഇപ്പോൾ ഈ മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കുക. വിനാഗിരി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ അച്ചാറിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിവും പുളിയും ഉപ്പും ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ അടുത്ത് ശർക്കര ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഉപ്പും പഞ്ചസാരയും ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇത് ഒന്ന് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചേന ചേർത്ത് കൊടുക്കാം. ചേന ഇതുപോലെ കനം കുറഞ്ഞ് ആണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ചേന നമ്മൾ വേവിക്കാതെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കനം കുറഞ്ഞ് തന്നെ അരിഞ്ഞെടുക്കുക. ചേന മുഴുവനായി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ചേന അരിയുമ്പോൾ ചിലർക്കൊക്കെ ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട്. അങ്ങനെയുള്ളവർ കയ്യിൽ ഗ്ലൗസ് ധരിക്കുകയോ അല്ലെങ്കിൽ കൈയുടെ പുറത്ത് വെളിച്ചെണ്ണ പുരട്ടുകയോ ചെയ്യുക. ചേന ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് 1 മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്യുക. കൂടുതൽ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചേന നന്നായി വേവിക്കാത്തത് കൊണ്ട് ചൊറിയുമെന്നുള്ള പേടിയൊന്നും ആർക്കും വേണ്ട. 2-3 മണിക്കൂറിന് ശേഷം ഇതൊന്ന് ചൂടാറി ഉണങ്ങിയ കുപ്പിയിലേക്ക് ആക്കി വെക്കുക. 2-3 ദിവസം കഴിഞ്ഞ് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വെറൈറ്റി ടേസ്റ്റുള്ള ചേന അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വീണ്ടും മറ്റൊരു പുതിയ വീഡിയോയുമായി കാണും വരേക്കും ബായ്.